ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ കൂടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരാൾ എന്നോട് പറഞ്ഞൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവം, നമുക്കൊരുപാട് പ്രാർത്ഥനയുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക്. പക്ഷെ ദൈവം നൽകിയ അനുഗ്രഹത്തെ നമ്മൾ ഓർത്തിട്ടുണ്ടോ? ദൈവം നടത്തിയ വഴികളെ നമ്മൾ ഓർത്തിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും ശരിക്കും നന്ദി പറയാറില്ല. കാരണം നമുക്ക് രണ്ട് കാലുമുണ്ട്. രണ്ട് കാലുമുള്ള നമുക്കറിയത്തില്ല കാലുള്ളതിന്റെ വില. ഏതെങ്കിലും ഒരു കാല് രോഗം വന്ന് മുറിച്ചു കളഞ്ഞ ഒരാളെ കാണുമ്പോഴാ നമ്മൾ അറിയുന്നത്, ദൈവമേ എന്തെല്ലാം ഇല്ലേൽ എന്താ കുഴപ്പം, എനിക്ക് ബലമുള്ള മടക്കാൻ പറ്റുന്ന രണ്ട് കാല് എനിക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ആരും അത് പറയത്തില്ല. കാരണം ഇപ്പൊ നമുക്ക് രണ്ട് കാല്, നമുക്ക് ബസ്സിന് കയറാൻ കുഴപ്പമില്ല, കാറിൽ കയറാൻ കുഴപ്പമില്ല. നമ്മുടെ രണ്ട് കാലും ഇല്ലാത്തവരെ കാണുമ്പോൾ ഉറപ്പായും നമ്മൾ ദൈവമേ എന്ന് വിളിക്കും. കാരണം അന്നേരം നമ്മൾ അറിയും, ദൈവമേ രണ്ട് കാലിന്റെയും വില. നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ശ്വാസം എടുക്കാനും വിടാനും ഓക്സിജൻ സിലിണ്ടർ വേണ്ട, നമുക്ക് ആർക്കും വേണ്ട. ഇപ്പം നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ദൈവമേ എനിക്കിങ്ങനെ ഒരു നല്ല ആരോഗ്യം തന്നതിന് നന്ദി. നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത്, ഓരോരുത്തരുടെ അടുത്ത് അവർ മാസാമാസം 5000 10,000 രൂപ ആശുപത്രിക്കാർക്ക് കൊടുക്കുന്ന ഓക്സിജൻ സിലിണ്ടർ അവിടെ ഇരിക്കുക. അതിന്റെ സഹായത്തോടെ അവര് ശ്വാസം ഒന്ന് വലിച്ചു വിടുന്നേ. അപ്പോഴാ നമ്മൾ ഓർക്കുന്നത്, ദൈവമേ എനിക്ക് ദൈവമേ അത്രയും ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ. ശ്രദ്ധിച്ചേ, ദൈവം നടത്തിയ എല്ലാ വഴികളെയും നമ്മൾ ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നമ്മൾ നാളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എനിക്ക് കുറച്ചുകൂടെ പണം വേണം, കുറച്ചുകൂടെ ജോലി വേണം, പ്രമോഷൻ വേണം, വീട് വേണം. നമുക്ക് നാളെ ഇന്ന് വരെയുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞാൽ അത് ഡബിൾ അനുഗ്രഹത്തിന് കാരണമാകും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സഹോദരൻ, ഒരാള് മരിക്കാൻ ആഗ്രഹിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അയാളെ ഉപേക്ഷിച്ചു പോയി. ഒരു നിസ്സാര കാര്യത്തിനാണ് ഈ പിണക്കം ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം മധ്യസ്ഥനെ വെച്ച് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചു. പക്ഷെ നടന്നില്ല. അങ്ങനെ അയാൾ ഇങ്ങനെ തീരുമാനിച്ചു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, പോയി മരിച്ചേക്കാം. അങ്ങനെ തീരുമാനിച്ച സമയത്ത് അദ്ദേഹം ഒരു വണ്ടി കയറി, ബസ്സേ കയറി. അദ്ദേഹം അറിയത്തില്ലാത്തൊരു സ്ഥലത്ത് വന്നിറങ്ങി, ആരെയും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്നിറങ്ങി. ട്രെയിൻ വരുമ്പോൾ അതിന് മുമ്പിൽ ചാടി മരിക്കണം എന്ന് തീരുമാനിച്ച് ട്രെയിൽ പാളത്തിലൂടെ കുറെ നടന്ന് ആളുകളൊന്നും അധികമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ വന്നു. പല ട്രെയിനുകൾ വന്നുപോയി. പക്ഷെ അദ്ദേഹം മനസ്സുകൊണ്ട് ഒരുങ്ങി, പക്ഷെ ചാടാൻ പറ്റിയില്ല. പലപ്പോഴും ട്രെയിൻ വരുമ്പോൾ അയാൾ അതിന്റെ അടയാളം കാണുമ്പോൾ തന്നെ മരണത്തിനായിട്ട് ഒരുങ്ങും. പക്ഷെ എന്തോ അയാൾക്ക് പറ്റുന്നില്ല, എന്തോ ഒരു പേടി, മരിക്കാൻ പേടി. പക്ഷെ അദ്ദേഹം ട്രെയിൻ തട്ടി മരിക്കുന്നില്ല. ഏതേലും വാഹനം ഹൈവേ റോഡ്, ഇതുപോലുള്ള ഹൈവേ റോഡിൽ സൈഡിൽ നിന്ന് സ്പീഡിൽ വരുന്ന വാഹനത്തിന് മുമ്പിലേക്ക് അങ്ങ് ചാടാം. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. അദ്ദേഹം ഇതുപോലെ ഹൈവേ റോഡിന്റെ സൈഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് പോയി, സ്പീഡിലുള്ള കാറുകൾ, അങ്ങനെയുള്ള വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഇദ്ദേഹത്തിനൊന്നും ചാടാൻ പറ്റുന്നില്ല ഇങ്ങോട്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു തണൽ മരത്തിന്റെ ചോട്ടിൽ അയാൾ ഇരുന്നു. അങ്ങനെ അയാൾ അവിടെ ഇരിക്കുമ്പം ആ തണൽ മരത്തിന്റെ ചോട്ടിൽ കുറച്ചു നേരം ഇരുന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളെ ഓർത്തപ്പം ആ മരത്തേന്ന് ഒരു പുഴു ഇറങ്ങി ഇങ്ങ് വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയൊക്കെ മാറി. ആ പുഴുവിനെ നോക്കാൻ, അത് ചൊറിയം പുഴുവാണ്. ചൊറിയം പുഴുവിനാ നിങ്ങൾക്കറിയാം, അത് തൊട്ടാത്തന്നെ ദേഹം ചൊറിയും. അതിങ്ങനെ മരത്തെ നിറങ്ങി. അപ്പോൾ ഇയാൾ ശ്രദ്ധിച്ച് ഈ പുഴു എങ്ങോട്ടാണാവോ പോകുന്നത്. അപ്പോൾ ഇയാൾ ഈ മറ്റ് ശ്രദ്ധയെല്ലാം മാറി ഈ പുഴുവിനെ നോക്കാൻ തുടങ്ങി. ഈ പുഴു മരത്തെ നിറങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ മുന്നിൽ കൂടെ തന്നെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോകുന്നത് ഈ ഹൈവേ റോഡിലേക്കാണ്.
അപ്പോൾ ഈ പുഴു വണ്ടി കയറി ചാകണ്ടല്ലോ എന്ന് വിചാരിച്ച ഇയാൾ ഒരു ചെറിയൊരു കമ്പും കഷ്ണം എടുത്ത് ഈ പുഴുവിനെ തിരിച്ചു വിട്ടു. ഇങ്ങോട്ട് പോ പുഴു. ഈ പുഴുവിനെ പുള്ളി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ വന്ന ആളാണ്, ഇപ്പോൾ പുഴുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുഴുവിനെ പുള്ളി അങ്ങോട്ട് തട്ടിവിടും. കുറച്ചു ദൂരം പോയി ഈ പുഴു വീണ്ടും വളഞ്ഞിറ്. അപ്പൊ ഈ പുള്ളി വിചാരിച്ചു, എന്നെ പോലെ തന്നെ നിരാശനായ ഒരു പുഴുവാണല്ലോ ഇതും. ഈ പുഴു മരത്തെ നിന്ന് ഇറങ്ങി വന്ന് ആത്മഹത്യ ചെയ്യാനുള്ള പോക്കാണ്. അപ്പൊ എന്റെ കാര്യവും പോയി, ഈ പുഴുവെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഈ പുഴുവിനെ തിരിച്ചു വിടാൻ തീരുമാനിച്ചു. ഈ പുഴു വീണ്ടും തിരിഞ്ഞ് റോട്ടിലേക്കാ പോകും. എന്നാ ഇത് പോയി ചാകട്ടെ എന്ന് വിചാരിച്ച് ഇത് പോയി വണ്ടി കയറി ചാകട്ടെ. അങ്ങനെ ഇദ്ദേഹം അവിടെ ഇരുന്ന് ഈ പുഴുവിനെ നോക്കുവാണ്. ഈ പുഴു എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് അത് റോഡിന്റെ സൈഡിൽ വരെ എത്തി. അപ്പോൾ അയാൾ മുന്നേ തന്നെ ഇങ്ങനെ ചിന്തിച്ചു, ഇത് അധികം താമസിയാതെ ഇത് വണ്ടി ചക്രം കയറി അരഞ്ഞു ചാകും എന്ന് ചിന്തിച്ചു. ഈ പുഴു റോട്ടിൽ കയറി കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോഴും ഇയാൾക്ക് അവിടെ ഇരിക്കുമ്പോ കാണാൻ പറ്റിയല്ലേ പുഴുവിനെ. അപ്പോൾ ഈ പുഴുവിന് എന്നാ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഇയാൾ റോഡിന്റെ അടുത്തേക്ക് വന്ന് പുഴുവിനെ കാണുന്ന വിധത്തിൽ അവിടെ നിന്ന് വണ്ടികൾ ചീറിപ്പോവോ രണ്ട് സൈഡിലേക്കും. കുറച്ചു ദൂരം ചെന്നിട്ടും ഈ പുഴുവിന്റെ മേത്ത് കേറിയില്ല എന്ന രീതിയിൽ ഈ വണ്ടി കടന്നുപോയി. അങ്ങനെ പോകുമ്പോ ഈ പുഴു അവിടെ അനങ്ങാതിരിക്കും. ചില സമയത്ത് ഈ പുഴു അല്പം റിവേഴ്സ് അടിക്കും. എന്തായാലും ഈ പുഴു ഒറ്റ വാഹനം പോലും ഇതിന്റെ മേത്തൂടെ കയറാതെ ഈ പുഴു അപ്പുറം എത്തി. അപ്പോൾ ഇയാൾ ചിന്തിച്ച്, ഇത്രയും വണ്ടി പോകുന്ന ഈ റോട്ടിൽ ഈ പുഴു എങ്ങനെ അപ്പുറം എത്തി? അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ ചിന്തിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവത്തിലൂടെ ദൈവം അയാളോട് പറഞ്ഞു, നീ ശ്രദ്ധിച്ചോ, ഇത്രയും ചീറിപ്പായുന്ന വാഹനങ്ങളെ റോട്ടിൽ കൂടെ വരെ ആ പുഴുവിനെ വരെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. നീ എന്നാ വിചാരിച്ചത് ഇപ്പൊ അത് വണ്ടിച്ചക്രം കയറി അരഞ്ഞു പോകും, ചത്തുപോകും, അത് തീർന്നു, അതിന്റെ കഥ തീർന്നു, ആ പുഴുവിന്റെ ആയുസ് ഇവിടം കൊണ്ട് ഇപ്പൊ 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് തീരും എന്നാ നീ വിചാരിച്ചത്. പക്ഷെ ആ പുഴുവിന്റെ മേത്ത് ഒരു ചക്രം പോലും കേറാതെ ഇതിനെ അപ്പുറത്തെത്തിക്കാൻ ദൈവത്തിന് കഴിയും. ആ പുഴുവിനെ കുറിച്ച് പോലും ദൈവത്തിന് അത്രയും കരുതലുണ്ടെങ്കിൽ നീ നിന്റെ ജീവിതത്തെ ഓർത്ത് നിരാശപ്പെടേണ്ട. അദ്ദേഹം മരിക്കാൻ പോയ ആള് ഒരു നല്ല പ്രതീക്ഷയോടെ ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് നന്നായി ജീവിക്കണമെന്നും പറഞ്ഞ് പുള്ളി പറയാണ്, ദൈവം നടത്തിയ വഴികളെ നമ്മൾ ഓർത്താൽ ദൈവത്തിന് എങ്ങനെ നന്ദി പറയാതിരിക്കും? പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ദൈവം നടത്തിയ വഴികൾ അങ്ങനെ നമ്മൾ ഓർത്തു നോക്കിയേ. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്ദി പറയാൻ തന്നെ ഉണ്ട്. ഇനി ശ്രദ്ധിച്ചേ, നിങ്ങളോട് ഇന്ന് ദൈവവചനത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല വിഷയമാണ്. ആ വിഷയം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. അതൊരു ദൈവവചനത്തിലൂടെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? ഇതാണ് വചനം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അടുത്ത വചനം ഇങ്ങനെയാണ്, അവർ ഓടിയാലും ക്ഷീണിക്കില്ല, അവർ നടന്നാൽ തളരുകയില്ല. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ആത്മാവിലൊന്ന് ഏറ്റെടുത്ത് പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച ഒരു കാര്യം, ദൈവവചനം പറയുന്നിടത്തെല്ലാം 3 പേരുണ്ട്. 3 പേര്. ഒന്ന് ദൈവവചനം പറയുന്നയാള്, 2 കേൾക്കുന്ന നിങ്ങൾ, 3 ആ പറയുന്ന ആളിൽ നിന്ന് വരുന്ന ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. എന്ത് ചെയ്യും? ഈ വചനമാണ്, ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിടുന്ന ആളുടെ പേരാണ് ആര്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം പറയും, നിങ്ങൾക്കൊരു ദൈവവചനം കേൾക്കുമ്പോ അതൊരു ബോധ്യമാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. ഹല്ലേലൂയ. ഒന്നും കൂടി ഈ വചനം അങ്ങനെയാണ് കേട്ടെ. പരിശുദ്ധാത്മാവിൽ കേൾക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. താഴൂന്നല്ല. എന്താണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ മറ്റൊരു പക്ഷികളോട് ഉപമിക്കാതെ കഴുകന്മാരോട് ഉപമിച്ചിരിക്കുന്നത്?
കാക്കയോട് ഉപമിച്ചിട്ടില്ല, പ്രാവിനോട് ഉപമിച്ചിട്ടില്ല, എത്രയോ പക്ഷികളുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവവചനം കൊണ്ടുവരുന്ന കഴുകന്മാരോടാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, കഴുകന്മാരാണ് പക്ഷികളിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി. എത്ര ഉയരത്തിൽ പറന്നാലും ഈ നിലത്തൂടെ പോകുന്ന ഒരു കുഞ്ഞു എലീനെ വരെ കാണുകയും ചെയ്യും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ഈ കഴുകന്മാരുടെ പ്രത്യേകത ഏറ്റവും ഉയരത്തിൽ പറക്കും. ഭയങ്കര കാഴ്ച ശക്തിയാണ്. അത്രയും ഉയരത്തിൽ നിന്ന് ഈ നിലത്തൂടെ എഴഞ്ഞു പോകുന്ന ഒരു ചെറിയ പ്രാണിനെ വരെ എത്ര ഉയരത്തിൽ നിന്നും കാണാൻ കഴിയത്തക്ക ഒരു കാഴ്ചയും ഈ കഴുകന്മാർക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നോക്കി, കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ഉയരും. 2, നമുക്കറിയാം, ഭയങ്കര കാറ്റ് വരുവാണെങ്കിൽ മറ്റെല്ലാ പക്ഷികളും പെട്ടെന്നങ്ങ് പറക്കും. ചിലത് മരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും. എത്ര അള്ളിപ്പിടിച്ചിരുന്നാലും ചില പക്ഷികളെ ഈ കാറ്റ് തെറിപ്പിക്കും. ചില പക്ഷികൾ ഈ കാറ്റിൽപ്പെട്ട് പറന്നു പറന്ന് കുഴഞ്ഞെവിടെയും പോയിരിക്കും. എന്നാൽ കഴുകന്മാരുടെ പ്രത്യേകത അറിയാമോ? കാറ്റ് വരുമ്പോൾ കാറ്റ് പോകുന്ന ഏരിയയുടെ മുകളിൽ കയറി പറക്കാൻ ഈ കഴുകന് പറ്റും. ഹല്ലേലൂയ. ഒന്നും കൂടെ കേട്ടെ, കാറ്റ് അടിക്കുന്നത് ഒരു നിശ്ചിത വായു പരിധിയുടെ ഉള്ളിലാണ്, അതിന്റെ മുകളിലേക്ക് കാറ്റില്ല. മറ്റൊരു പക്ഷിക്കും ഇതിനി കാറ്റിന്റെ മുകളിൽ കയറി പറന്നുയർന്നു നിൽക്കാൻ കഴിവില്ല. എന്നാൽ കഴുകന്മാർക്ക് ഈ കാറ്റിന്റെ മുകളിൽ പറക്കാൻ കഴുകന്മാർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ പണത്തിൽ ആശ്രയിക്കുന്നവനല്ല, കഴിവിൽ ആശ്രയിക്കുന്നവരല്ല, ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരല്ല, വ്യക്തികളിൽ ആശ്രയിക്കുന്നവരല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 34-ാം അധ്യായം 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുന്നു, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ഹല്ലേലൂയ. ആ വചനം നോക്കി, ഒന്നിനും എഴുതിയിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും, പണത്തിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും നല്ലൊരു ഭാവി ജീവിതത്തിനും ഒരു നല്ല വീടിനും നല്ല ഭാവിക്കും ഒന്നിനും ആർക്ക്? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം എന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, ദൈവം നമുക്കുള്ളതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നമുക്കുള്ളതെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ മക്കൾ ഒരു 10ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി +2 കഴിഞ്ഞ് മെഡിസിന് വിടേണ്ടതാണ്. കൊച്ചു നന്നായി പഠിക്കുന്നയാളാ, മെഡിസിന് വിടാൻ മാതാപിതാക്കൾ എന്ത് ചെയ്യും? അതിനുള്ള എല്ലാ പണവും സാഹചര്യവും നേരത്തെ ഒരുക്കും. നമ്മൾ ഒരുക്കില്ലേ? നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് നിങ്ങൾ എത്ര നാള് മുമ്പേ പണം ഒരുക്കാൻ തുടങ്ങി? നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ എത്ര നാള് മുമ്പേ ഒരുക്കാൻ തുടങ്ങി? എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ, നമ്മുടെ ദൈവം നമുക്കാവശ്യമുള്ളത് ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വിഷമിക്കത്തില്ല. നമ്മൾ കുറച്ചുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ഒരുക്കിയത് സ്വീകരിക്കാൻ ഒരുങ്ങും. അതാണ് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ബൈബിളിൽ ഇങ്ങനെയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാ സുവിശേഷകന്മാരും എഴുതിയിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഈശോ 5 അപ്പം 5000 പേർക്ക് കൊടുക്കുവാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്കം വരുന്നവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ഈശോയെ, ഞാനിപ്പോ പറഞ്ഞു നിങ്ങളൊന്നും കേൾക്കുന്നില്ല.
ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ആ ഉറക്കം വരുന്നവർ മാത്രം. എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാം നല്ല സമയമാണ് ഉറങ്ങാൻ. കൈപ്പിടിയില്ലാത്ത കസേരയാണ് ഇട്ടിരിക്കുന്നത്. താഴെ പോയാൽ ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ട ആർക്കും ഇല്ല എന്ന കാര്യം നേരത്തെ അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. നന്നായിട്ട് നമുക്ക് വീട്ടിൽ ചെന്നാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, ഇവിടെ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങാനേലും പറ്റും. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ, ദൈവം നമുക്കുള്ളതെല്ലാം എന്ത് വെച്ചിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൊച്ചിനുള്ള ഭാവി അത് ദൈവം നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു വീടില്ല, ഇപ്പം ഒരു നല്ല വീട് ദൈവം അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ വീടിന്റെ പണി പൂർത്തിയാകുന്നില്ലല്ലോ, എന്ത് ചെയ്യും? ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് ബൈബിളിൽ നിന്ന് നിങ്ങൾക്കത് ക്ലിയർ ചെയ്തു തരാം. ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ മക്കൾക്കൊക്കെ നല്ല ഭാവി ഉണ്ടാവുമോ? എന്റെ മകന്റെ കുടുംബത്തിന്റെ കാര്യമൊക്കെ എന്താകും? സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറുമോ? ദൈവം എനിക്കുള്ളതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. അതിനാധാരമായ വചനമാണ് ഈശോ 5 അപ്പം. ശ്രദ്ധിച്ചേ, ഈശോ 5 അപ്പം 5000 പേർക്ക് കൊടുത്തത് എവിടെയാണ്? ഒരു വിജന പ്രദേശത്താണ്. അവിടെ ആരും ഇല്ല. അവിടെ വീടോ ഹോട്ടലുകളോ ഹൈവേ റോഡുകളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് മരുഭൂമി, വിജന പ്രദേശം. ഈശോയുടെ കൂടെ ആളുകൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി, ഒന്നും ഭക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുവാണ്, ഈ ജനക്കൂട്ടത്തെ ഇങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല. അവർ ആകപ്പാടെ വിശപ്പിലും വിഷമത്തിലുമാണ്. അവർക്ക് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയക്കണം. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, അതിന് ഇത്രയും പേർക്ക് ഭക്ഷണം എവിടെ നിന്ന് കിട്ടും ഈ മരുഭൂമിയിൽ? അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? ഈശോ പറഞ്ഞു, ശിഷ്യന്മാര് പറഞ്ഞു 5 അപ്പം. പറഞ്ഞു ഹല്ലേലൂയ. ശ്രദ്ധിച്ചില്ലേ കുറിച്ചൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ശ്രദ്ധയെ കുറിച്ചാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഒരാൾ 10 നില കെട്ടിടത്തിന്റെ മുകളിൽ ഇരുന്ന് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെയിന്റ്. അപ്പൊ പെയിന്റ് അടിക്കുന്ന ആളുടെ പേര് എന്താ? പേര് രാജു എന്നാണ്. രാജു. 10 നില കെട്ടിടത്തിന്റെ മുകളിൽ പെയിന്റ് അടിക്കുന്ന ആളുടെ പേര് രാജു. ഈ രാജുവിന്റെ കൂട്ടുകാരൻ താഴെ ഒരാൾ വന്ന് താഴെ നിന്നിട്ട് പറഞ്ഞു, എടാ ഷിജു എന്ന് വിളിച്ചു. ആരെ വിളിച്ചു? രാജുവിനെ വിളിച്ചത്. എന്താ വിളിച്ചത്? എടാ ഷിജു, നിന്റെ ഭാര്യ മരിച്ചു പോയടാന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞത്? രാജുവിനോടാ പറഞ്ഞ. പേര് വിളിച്ച പറഞ്ഞു, എടാ ഷിജു എന്നാ വിളിച്ചത്. അപ്പൊ 10 നില കെട്ടിടത്തിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാ ബ്രഷ് അവിടെ വെച്ചിട്ട്, എന്റെ ഭാര്യ മരിച്ചു പോയോടാന്ന് ചോദിച്ചു. ഓ, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് പുള്ളി ഒരൊറ്റ ചാട്ടം താഴേക്ക്. ഒരു 4-5 നില താഴേക്ക് പോയപ്പോഴാ പുള്ളി ചിന്തിച്ചത്, അയ്യോ അതിന് ഞാൻ ഷിജു അല്ലല്ലോ, രാജു ആണല്ലോ, ഷോ എന്ന് ചിന്തിച്ചു. മാറിപ്പോയി. പിന്നെ ഒരു 2 നില താഴെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്, അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ എനിക്ക് ഭാര്യ? ഇത് രണ്ടുമില്ല. അപ്പൊ ശ്രദ്ധിക്കാത്തോണ്ട് പറ്റിയൊരു അബദ്ധമാണ്. എടാ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവം നമുക്കുള്ളത് ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വിജന പ്രദേശം, 5000-ഓളം ആളുകൾ ദൈവവചനം കേൾക്കുന്നു. ഈശോ പറയാണ്, 5 അപ്പം ഇവിടെ ഉള്ളൂ, പക്ഷെ ഇത് 5000 പേർക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഈശോ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ശിഷ്യന്മാര് പറഞ്ഞു, കുറെ അപ്പം മിച്ചമുണ്ട്. ഈശോ എന്നാ പറഞ്ഞു? ഇങ്ങനെയല്ല പറഞ്ഞത്. എവിടെയെങ്കിലും അടുത്ത വീട്ടിൽ ചെന്ന് വല്ല പാത്രമോ വല്ല കൊട്ടയോ ഡീഷോ എന്തേലും എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ 12 കൊട്ട നിറയെ. എന്റെ ഒരു ചോദ്യമാണ്, ഈ കൊട്ട എവിടുന്ന് വന്നു? നിങ്ങൾ ആരെങ്കിലും കൊട്ടയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആരും കൊട്ടയായിട്ട് വന്നിട്ടില്ല. ഈശോയുടെ അടുത്ത് വചനം കേൾക്കാൻ പോയപ്പോൾ 5000-ഓളം ആളുകൾ കൊട്ടയായിട്ടല്ല പോയത്. ആരും കൊട്ടയായിട്ട് പോകാറില്ല. ഈ മരുഭൂമിയിൽ കൊട്ടയുണ്ടാക്കുന്ന ആൾക്കാരും ഇല്ല. അവിടെ കൊട്ട ഹോൾസെയിലിൽ വിൽക്കുന്ന കടയില്ല. ഈ കൊട്ട എവിടുന്ന് വന്നു? ഈശോ എന്നാ പറഞ്ഞത്? ഈ കൊട്ട നിറയെ. അപ്പൊ നോക്കിക്കേ, മിച്ചം വരുന്ന അപ്പക്കഷണങ്ങൾ ശേഖരിക്കാൻ ഈശോ 12 കുട്ട ഈശോ നേരത്തെ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. മിച്ചം വന്ന അപ്പകഷണങ്ങൾ വരെ സ്വീകരിക്കാൻ 12 കൊട്ട ഈശോ ഓൾറെഡി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ പോലും ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യത്തിനുള്ളത് മുഴുവൻ ഈ ദൈവം കരുതി ഒരുക്കി നമുക്കായി വച്ചിട്ടുണ്ട്. വിശ്വാസമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ.